അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവി ജവനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 19 ബുധനാഴ്ച. കാട്ടാനക്കലിയിൽ സംസ്ഥാനത്ത് വീണ്ടും മരണം. തൃശൂരിൽ കൊല്ലപ്പെട്ടത് ആദിവാസി. പാണഞ്ചേരി 14 വാർഡിലെ താമരവെള്ളച്ചാൽ സങ്കേതത്തിലെ മലയൻ വീട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. വനവിഭവമായ പുന്നക്കായ ശേഖരിക്കാൻ പോയതായിരുന്നു പ്രഭാകരൻ. പുതിയ മദ്യനയം ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകരിച്ചില്ല. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിലും ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഡ്രൈഡേക്ക് മദ്യം നൽകുന്നതിലും കൂടുതൽ വ്യക്തത വേണമെന്ന് മന്ത്രിസഭായോഗത്തിൽ അഭിപ്രായം ഉയർന്നു. കൂടുതൽ വിശദമായ ചർച്ചയ്ക്കായി മദ്യനയം മാറ്റി. ടൂറിസം കേന്ദ്രങ്ങളിലും വിവാഹ പാർട്ടികൾക്കും ഡ്രൈഡേ ദിവസം ഇളവ് അനുവദിക്കുന്നതാണ് പ്രധാനമായും പുതിയ മദ്യനയം. ബാർ കോഴ ആരോപണത്തെ തുടർന്നാണ് പുതിയ മദ്യനയം നേരത്തെ മാറ്റിവച്ചിരുന്നത്. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനി അനുമതി സംബന്ധിച്ച വിവാദത്തിൽ പരസ്യ സംവാദത്തിനുള്ള മന്ത്രി MP രാജേഷിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് രമേശ് ചെന്നിത്തല. മന്ത്രി തന്നെ സംവാദത്തിനെ വെല്ലുവിളിച്ചു എന്ന് കേട്ടുവെന്നും പാലക്കാട് MP VK ശ്രീകണ്ഠൻ തനിക്കുവേണ്ടി സംവാദത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ബ്രൂവറി വിഷയത്തിലെ ഏകപക്ഷീയ തീരുമാനം അഴിമതിയാണെന്നും സ്വന്തം ഘടകകക്ഷികളെപ്പോലും വിശ്വാസത്തിൽ എടുക്കാതെയാണ് CPMന്റെ ധാർഷ്ട്യമെന്നും അദ്ദേഹം പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആശാവർക്കർമാർ അനാവശ്യമായി സമരം നടത്തുന്നു എന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന വേദനിപ്പിച്ചുവെന്നും ആവശ്യവും അനാവശ്യവും എന്താണെന്ന് മന്ത്രി മനസ്സിലാക്കണമെന്നും ആശാവർക്കർമാരെക്കുറിച്ച് അഭിമാനത്തോടെ ലോകത്തിനു മുന്നിൽ പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രിയെന്നും VD സതീശൻ പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയോട് തനിക്ക് പറയാനുള്ളത് ഇത് സ്റ്റാലിന്റെ റഷ്യയല്ലെന്നും നമ്മുടെ കേരളമാണെന്നും സമരം ചെയ്യുന്നത് അവകാശമാണെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. സമരം ചെയ്തതിന്റെ പേരിൽ ആശാവർക്കർമാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ ഞങ്ങളും ഒപ്പമുണ്ടാകുമെന്നും സമരത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണെന്നും VD സതീശൻ വ്യക്തമാക്കി. ദില്ലിയിൽ ഇന്നലെ നടന്ന ശശി തരൂർ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയിൽ പൂർണ്ണ സമവായമായില്ലെന്ന് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് പാർട്ടി നയത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ശശി തരൂരിനോട് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചെന്നും വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് പ്രതിസന്ധിയുണ്ടാക്കുമെന്നുമായിരുന്നു രാഹുലിന്റെ ഉപദേശം. എന്നാൽ താൻ പാർട്ടി നയത്തെ എതിർത്തിട്ടില്ലെന്ന് തരൂർ മറുപടി നൽകി. ചില വിഷയങ്ങളിൽ എന്നും വ്യക്തിപരമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെന്നും പാർട്ടിയിൽ കുറേക്കാലമായി തന്നോട് അവഗണനയുണ്ടെന്നും കൂടിയാലോചന കുറയുന്നുവെന്നും തരൂർ പരാതിപ്പെട്ടതായാണ് വിവരം. തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന DYFI പരിപാടിയിലേക്ക് ശശി തരൂരിനെ ക്ഷണം. മാർച്ച് 1, 2 തീയതികളിൽ നടക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് തരൂരിനെ ക്ഷണിച്ചത്. DYFI ദേശീയ പ്രസിഡന്റ് AA റഹീമും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും ഡൽഹിയിലെ വസതിയിലെത്തിയാണ് തരൂരിനെ ക്ഷണിച്ചത്. എന്നാൽ സൂറത്തിൽ പരിപാടി ഉള്ളതുകൊണ്ട് പങ്കെടുക്കാനാകില്ലെന്ന് തരൂർ വ്യക്തമാക്കി. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷത്തെപ്പറ്റി സത്യസന്ധമായ നിലയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ ആൾ എന്ന നിലയിലാണ് തരൂരിനെ ക്ഷണിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കേസിൽ മേൽനോട്ട സമിതി ഇരുഭാഗത്തും സ്വീകാര്യമാകുന്ന പരിഹാരം കണ്ടെത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പുതിയതായി രൂപീകരിച്ച മേൽനോട്ട സമിതി തമിഴ്നാട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഗണിക്കണമെന്നും കേരളത്തിനും തമിഴ്നാടിനും സ്വീകാര്യമാകുന്ന പരിഹാരം കണ്ടെത്തണമെന്നും തർക്കമുണ്ടെങ്കിൽ മേൽനോട്ട സമിതി കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന ചൂരൽമല പാലം പുനർനിർമ്മിക്കാനായി 35 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശം അംഗീകരിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ചൂരൽമല ടൌണിൽ നിന്ന് മുണ്ടക്കൈ റോഡിലേക്കെത്തുന്ന രീതിയിലാണ് പാലം പണിയുക. ഇനിയൊരു അപകടമുണ്ടായാൽ അതിജീവിക്കാൻ ശേഷിയുള്ള വിധത്തിലായിരിക്കും പാലത്തിന്റെ നിർമ്മിതി. കഴിഞ്ഞ ദുരന്തകാലത്ത് പുഴയിലുണ്ടായ പരമാവധി ഉയർന്ന വെള്ളത്തിന്റെ അളവ് തിട്ടപ്പെടുത്തി അതിനേക്കാൾ ഉയരത്തിലായിരിക്കും പാലം പണിയുക. നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് ഹൂതി നേതാവ് അബ്ദുൾ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗാർച്ചി ചർച്ച നടത്തി. മസ്കറ്റിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂതി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച ചെയ്തത്.
യമനുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുൻപ് അറിയിച്ചിരുന്നു. കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളിക്രോസ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിക്ക് നേരെ റാഗിംഗ്. 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കണ്ടാലറിയുന്ന 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഒളവണ്ണ വളപ്പിൽ താന്നിക്കുന്നത്ത് വീട്ടിൽ വിഷ്ണുവിനെയാണ് 3ാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ് നിസാൻ, ഗൌതം കൂടാതെ കണ്ടാലറിയാവുന്ന മറ്റ് 4 വിദ്യാർത്ഥികളും ചേർന്ന് പീഡിപ്പിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നടപടി സ്വീകരിച്ചെന്ന് സിസ്റ്റർ ഷൈനി ജോർജ് പറഞ്ഞു. സിസിടിവി ദൃശ്യങ്ങൾ പോലീസിനെ കൈമാറിയെന്നും 6 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തുവെന്നും ഷൈനി ജോർജ് പറഞ്ഞു. ഓൾ പാസ് ഒഴിവാക്കൽ ഹൈസ്കൂളിന് പുറമെ 7ാം ക്ലാസ് മുതൽ താഴെത്തട്ടിലേക്കും ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. 3 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ പ്രത്യേക വിഷയങ്ങളിൽ പഠന നിലവാരം ഉറപ്പാക്കാൻ അടുത്ത വർഷം മുതൽ പ്രത്യേക പരീക്ഷയും നടത്തും. വാരിക്കോരി മാർക്കിട്ട് കുട്ടികളെ കൂട്ടത്തോടെ പാസാക്കുന്നതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് ഓൾ പാസ് നിർത്താനുള്ള തീരുമാനം. PSC ചെയർമാന്റെ ശമ്പളം ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യമാക്കി. PSC അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളം. നിലവിൽ ചെയർമാന് അടിസ്ഥാന ശമ്പളം 76,000 രൂപയാണ്. വിവിധ അലവൻസുകൾ ഉൾപ്പെടെ 2.26 ലക്ഷം രൂപയാണ് പ്രതിമാസം ലഭിക്കുക. അംഗങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം 70,000 രൂപയാണ്. അലവൻസ് ഉൾപ്പെടെ ഇത് 2.23 ലക്ഷം രൂപ വരെ ലഭിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും സേവന വേതന വ്യവസ്ഥകൾ പരിഗണിച്ചാണ് തീരുമാനമെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. മലപ്പുറം അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ അപകടമുണ്ടായതിൽ അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗിച്ചതിനും പടക്കം പൊട്ടിച്ചതിനും സംഘാടകർക്കെതിരെ കേസെടുത്തു. അപകടത്തിന് പിന്നാലെ മത്സരം ഇന്നലെ രാത്രി പോലീസ് ഇടപെട്ട് തടഞ്ഞിരുന്നു. സ്റ്റേഡിയം നിറഞ്ഞ് കാണികളെ പ്രവേശിപ്പിച്ചെന്നും പോലീസ് വ്യക്തമാക്കി. മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൌത്യത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണം. മയക്കുവെടിയേറ്റതിനു ശേഷം നിലത്തുവീണ ആന പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടെ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയ ശേഷം കോടനാട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ആനയ്ക്ക് ചികിത്സ നൽകുന്ന ദൌത്യം പൂർണ്ണ വിജയമെന്ന് പറയാനായിട്ടില്ലെന്ന് ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു. 1 അടിയോളം ആഴത്തിലുള്ളതാണ് ആനയുടെ തലയിൽ കണ്ടെത്തിയ മുറിവെന്നും ആന ആരോഗ്യവാനായാൽ മാത്രമേ ദൌത്യം വിജയകരമാകൂവെന്നും ഡോക്ടർ അരുൺ സക്രിയ അറിയിച്ചു. മൂന്നാറിലെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ചില്ല് തകർന്നു. കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിലേക്ക് കയറ്റുന്നതിനിടയിലായിരുന്നു സംഭവം. ജീവനക്കാരുടെ അശ്രദ്ധ മൂലമാണ് ചില്ല് തകർന്നതെന്ന് KSRTC അധികൃതർ വിശദീകരിച്ചു. സംഭവത്തിൽ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ചില്ല് ഇന്നു തന്നെ മാറ്റുമെന്ന് KSRTC അധികൃതർ അറിയിച്ചു. ആലപ്പുഴ ചെറിയനാട് തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. 5ാം ക്ലാസ്സുകാരൻ ഉൾപ്പെടെ 5 പേരെയാണ് തെരുവുനായ കടിച്ചത്. ഒരാളുടെ മുഖത്തും കടിയേറ്റിട്ടുണ്ട്. ചെറിയനാട് പഞ്ചായത്തിലെ 4ാം വാർഡിൽ ഇന്നലെ രാത്രിയിലായിരുന്നു തെരുവുനായയുടെ ആക്രമണം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ തളിപ്പറമ്പിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കരിപ്പൂർ സ്വദേശി നിഖിതയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗൾഫിൽ ജോലി ചെയ്യുന്ന നണിച്ചേരി സ്വദേശി വൈശാഖാണ് ഭർത്താവ്. തളിപ്പറമ്പ് ലൂർദ് നഴ്സിംഗ് കോളേജിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സിന് പഠിക്കുകയായിരുന്നു നിഖിത. ആലപ്പുഴ മുഹമ്മയിൽ മോഷണം മുതൽ കണ്ടെടുക്കാൻ പോലീസ് എത്തിയപ്പോൾ ജ്വല്ലറി ഉടമ വിഷദ്രാവകം കഴിച്ച് മരിച്ച സംഭവത്തിൽ കടുത്തുരുത്തി പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. രാധാകൃഷ്ണന്റെ മരണം പോലീസിന്റെ പീഡനത്തെ തുടർന്നാണെന്ന് മകൻ പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും കുടുംബം പരാതി നൽകി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 3 വയസ്സുകാരിയുടെ മരണത്തിൽ പരാതിയുമായി കുടുംബം. കുട്ടിക്ക് ആശുപത്രിയിൽ വേണ്ടത്ര ചികിത്സ കിട്ടിയിട്ടില്ലെന്നാണ് പരാതി. ഇടുക്കി കട്ടപ്പന സ്വദേശി വിഷ്ണുവിന്റെയും ആശയുടെയും മകൾ അപർണികയാണ് മരിച്ചത്. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ JCBക്ക് അടിയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരനെ ദാരുണാന്ത്യം.
തുറവൂർ സ്വദേശി പ്രവീൺ ആർ ആണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. ചന്ദിരൂർ സെന്റ് മേരീസ് പള്ളിക്ക് സമീപം ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഒഡീഷയിലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി സർവകലാശാല ക്യാമ്പസിൽ നേപ്പാളി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ വിവാദ പരാമർശം നടത്തിയ അധ്യാപികമാർ ക്ഷമാപണം നടത്തി. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെ തുടർന്ന് സഹപാഠിയും ലഖ്നൌ സ്വദേശിയുമായ അദ്വിക് ശ്രീവാസ്തവയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സൌദിയിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചു. മക്ക ഏരിയകളിൽ നേരിയതോ ഇടത്തരമോ ആയതും റിയാദിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയും ലഭിക്കും. കൂടാതെ വെള്ളപ്പൊക്ക സാധ്യതയും ആലിപ്പഴ വർഷവും ശക്തമായ കാറ്റും അനുഭവപ്പെടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സൌദിയിൽ താൽക്കാലികമായി നിർത്തലാക്കിയ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ പുനഃസ്ഥാപിക്കപ്പെട്ടു. സൌദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിസ പോർട്ടലിലാണ് ഇന്നലെയോടെ മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്കുള്ള ഓപ്ഷൻ വീണ്ടുമെത്തിയത്. അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യയുൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ജനുവരി 31 മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ സൌദി നിർത്തലാക്കിയത്. അമേരിക്കയിലെ മിയാമി ബീച്ചിൽ പലസ്തീനികളാണെന്ന് തെറ്റിദ്ധരിച്ച് ജൂത വംശജർ 2 പേർക്ക് നേരെ വെടിയുതിർത്തു. എന്നാൽ ഇവർ ഇസ്രായേൽ സ്വദേശികളായ ടൂറിസ്റ്റുകളാണെന്ന് പിന്നീട് വ്യക്തമായി. മോർദെചായ് ബ്രാഹ്മാൻ എന്ന 27-കാരനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. കൃത്യസമയത്ത് സിനിമ തുടങ്ങാതെ പരസ്യം കാണിച്ച് സമയം കളഞ്ഞെന്ന പരാതിയിൽ PVR ഐനോക്സിന് പിഴ. 28,000 രൂപ പരാതിക്കാരനുള്ള നഷ്ടപരിഹാരമായും 1,00,000 രൂപ പിഴയായും ഒടുക്കാൻ ബാംഗ്ലൂരു ഉപഭോക്തൃ കോടതി വിധിച്ചു. ബാംഗ്ലൂരു സ്വദേശി അഭിഷേക് MR ആണ് പരാതി നൽകിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ സങ്കീർണമെന്ന് റിപ്പോർട്ടുകൾ. 2 ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ച പോപ്പിനെ ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മാർപ്പാപ്പയെ റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എയർലൈനുകൾക്കെതിരെ പരാതിയുമായി പൈലറ്റുമാരുടെ സംഘടന. രാജ്യത്തെ പ്രമുഖ എയർലൈനുകളായ എയർ ഇന്ത്യയും ഇൻഡിഗോയും പരസ്പരം പൈലറ്റുമാരെ നിയമിക്കേണ്ടെന്ന തീരുമാനം എടുത്തിട്ടുണ്ടെന്നും എയർലൈനുകൾ തമ്മിൽ അപ്രഖ്യാപിത ധാരണയാണ് ഉള്ളതെന്നും സംഘടന ആരോപിച്ചു. വ്യോമയാന മേഖലയിലെ തൊഴിൽ മേഖലയിൽ നടക്കുന്ന അന്യായമാണിതെന്ന് ചൂണ്ടിക്കാട്ടി സംഘടന സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് പരാതി നൽകി. 80 വർഷത്തിനിടെ ആദ്യമായി 2ാം ലോക മഹായുദ്ധകാലത്ത് ലണ്ടനിലുണ്ടായിരുന്ന രഹസ്യ ഭൂഗർഭ തുരങ്കങ്ങൾ വിനോദസഞ്ചാരികൾക്കായി തുറക്കുന്നു. ഒരിക്കൽ UK-യുടെ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം സംരക്ഷിക്കപ്പെട്ടിരുന്ന കേന്ദ്രങ്ങളാണ് ഇവ. അന്ന് ചാരന്മാരാണ് ഈ രഹസ്യ തുരങ്കങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പ്രശസ്തരായ ഒരു കൂട്ടം ആർക്കിടെക്റ്റുകൾ ഈ രഹസ്യ തുരങ്കങ്ങൾ പഴയ രീതിയിൽ തന്നെ പുനർനിർമ്മിക്കും. അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിൽ ബന്ധിക്കുന്ന ദൃശ്യങ്ങൾ വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലൂടെ പങ്കുവച്ച് വൈറ്റ് ഹൌസ്. ഡോജ് സംഘത്തലവൻ എലോൺ മസ്കാണ് ദൃശ്യങ്ങൾ ഷെയർ ചെയ്തത്. ആളുകളെ കൈയിലും കാലിലും ചങ്ങല ബന്ധിച്ച് വിമാനത്തിൽ കയറ്റുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. വിവിധ രാജ്യങ്ങൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് ദൃശ്യങ്ങൾ വൈറ്റ് ഹൌസ് പങ്കുവച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.